ഹായ് ഓൾ. വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ പ്രത്യേകിച്ചും എംടെക് ഉള്ള ഒരു ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു തസ്തികയാണ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. അതായത് AICTE നിലവാരത്തിൽ സാറിന് ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. നമുക്കറിയാം അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന എല്ലാ പോസ്റ്റുകളും അക്കാഡമിക് മേഖലയിൽ ജോലി ചെയ്യേണ്ട ഒരു മേഖലയാണ്. മാത്രവുമല്ല സാലറിയുടെ കാറ്റഗറിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ വലിയ ഒരു സാലറി പാക്കേജുമാണ് ലഭിക്കുന്നത്. അത് കോളേജ് അധ്യാപകർക്ക് പൊതുവെ അങ്ങനെയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റ് പല കോളേജ് അധ്യാപന ജോലിക്കും ധാരാളം കടമ്പകളുണ്ട്. നെറ്റ്, JRF, PhD അങ്ങനെയൊക്കെയുള്ള പല പല കടമ്പകൾ കടന്നിട്ടൊക്കെയാണ് പലരും ആ ഒരു ലെവലിലേക്ക് എത്തുന്നത്. എന്നാൽ കമ്പ്യൂട്ടർ സയൻസിന്റെ കാര്യത്തിൽ ആ ഒരു കടമ്പയില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എംടെക് മാത്രമാണ് അടിസ്ഥാന യോഗ്യത. എംടെക് പാസ്സായിരിക്കണം. ബിടെക്കിൽ അല്ലെങ്കിൽ എംടെക്കിൽ നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം എന്നുള്ളത് ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പോസ്റ്റിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഈ ഒരു പോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് നടന്ന പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വിലയിരുത്താം. ഇതിനു മുമ്പ് ഈ എക്സാമിനേഷൻ നടന്നത് 2021 അപ്പൊ ഈ 2021 നടന്ന എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് പുതിയ നോട്ടിഫിക്കേഷൻ ഉള്ള സമയം ഏറെക്കുറെ അടുത്ത് വരികയാണ്. അപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്നവരെയൊക്കെ നമുക്ക് കാത്തിരുന്നാൽ ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയം ഒത്തിരി കടന്നു പോകും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്ന എക്സാം ആണ്. നോട്ടിഫിക്കേഷൻ വന്ന് 3-4 മാസത്തിനുള്ളിലൊക്കെ എക്സാമിനേഷൻ ഒക്കെ ഇങ്ങ് വരും. ഈ ഒരു സമയം കൊണ്ടൊന്നും നമുക്ക് സിലബസ് ഒന്നും പൂർണ്ണമായിട്ടും പഠിച്ചു തീർക്കാൻ പറ്റില്ല. സിലബസ് പഠിച്ചിട്ട് മാത്രം കാര്യമില്ല. നമുക്ക് മത്സര പരീക്ഷ എഴുതി ആദ്യത്തെ റാങ്കിൽ തന്നെ വന്നെങ്കിലേ ജോലി പ്ലേസ്മെന്റ് വരികയുള്ളൂ. മാത്രമല്ല ഈ ഒരു ജോലി വളരെയധികം ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്നതാണ്. അപ്പൊ ഈ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്നവരൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതി നമ്മൾ പഠിച്ചെങ്കിലേ നമുക്ക് ഈ ഒരു പോസ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഈ ഒരു പോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സാലറി സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AICTE ലെവലിലാണ് സാലറി വരുന്നത്. ഇനിയും ഇതിന്റെ അന്ന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറഞ്ഞാൽ 20 വയസ്സ് മുതൽ 39 വയസ്സ് വരെയാണ്. ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രായപരിധി ഉയരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ തവണ എഴുതി നിങ്ങളുടെ ഏജ് ഓവർ ആയവർക്കും ഇത്തവണ എഴുതാനുള്ള അവസരം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ളവരും തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിനേഷനായിട്ട് വളരെയധികം ഡെഡിക്കേറ്റ് ചെയ്ത് തയ്യാറെടുക്കുക. കാരണം ഇത് നിങ്ങളുടെ അവസരമാണെന്ന് മനസ്സിൽ കരുതിക്കൊള്ളുക. ഇനിയും നമ്മൾ പറയാൻ പോകുന്ന AICTE ലെവലിലുള്ള സാലറിയുടെ പാക്കേജിനെ പറ്റിയാണ് പറയുന്നത്. എല്ലാ സാലറി പാക്കേജും പറഞ്ഞില്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ പറയുകയാണ് ലെവല്. ഏതാണ്ട് 57,700 ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സാലറി ലെവൽ പറയുന്നത്. അതായത് 57,700 സാലറി സ്കെയിൽ പറയുമ്പോൾ നിങ്ങളുടെ ബൈ ഹാൻഡ് 70,000 സാലറി കിട്ടുമെന്ന് പറയണം. അതായത് 60,000-നും 70,000-നും ഇടയ്ക്ക് നിങ്ങളുടെ കയ്യിൽ ഇൻ ഹാൻഡ് സാലറി സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടും. മറ്റേതെങ്കിലും ഒരു ജോലിക്ക് ഇത്രയും സാലറി കിട്ടുമോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അവിടെ തന്നെ ഇതിന്റെ ഒരു ക്യാച്ച് കിടപ്പുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, അതായത് സാലറി സ്കെയിൽ ഏതാണ്ട് 60,000-നും 70,000-നും തുടക്കത്തിൽ തന്നെ ലഭിക്കുന്നു. അത് കൂടാതെ വെക്കേഷനുകൾ നോക്കൂ, എന്തോരം പീരീഡ് ഓഫ് ടൈം നമുക്ക് വെക്കേഷൻസ് ഉണ്ട്. സാറ്റർഡേ, സൺഡേ ഹോളിഡേ ആണ്. പിന്നെ നമ്മുടെ ജോലി എവിടെയാണ്? നമ്മുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജുകളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള വളരെ കംഫർട്ടബിൾ സോണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. IT ലെവലിലോ മറ്റേതെങ്കിലും മേഖലയിലോ ഒക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രഷറുകൾ, ജോബിന്റെ ഷിഫ്റ്റുകൾ, ഇതൊന്നും ഇവിടെ ബാധകമല്ല. റുട്ടൈനായുള്ള ജീവിതമായിരിക്കും. മോർണിംഗ് ഒരു 10 o'clock മുതൽ ഈവനിങ് വരെ ഒരു ക്ലാസ് എടുക്കുന്ന റുട്ടൈനാണ്. അവിടെ തന്നെ ഒരു 3-4 മണിക്കൂറുകളായിരിക്കും, 3-4 അവർ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത്. അതിൽ നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ജോലികൾ ചെയ്ത് നമുക്ക് നമ്മുടേതായ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് തന്നെ പോകാൻ പറ്റും. സാലറി ലെവലിൽ വളരെ വലിയ ഒരു സാലറി ഉണ്ട്. ഇനി ഇതിന്റെ പ്രൊമോഷൻ സ്കോപ്പിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് 1.5 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ സാലറി നിലവിലെ സാഹചര്യത്തിൽ കിട്ടിക്കൊണ്ടായിരിക്കും നിങ്ങൾ റിട്ടയർ ആവുന്നത്. ഇനിയും നിങ്ങളുടെ യഥാർത്ഥ പ്രായത്തിലേക്ക് എത്തുമ്പോൾ, നിങ്ങളുടെ ഒരു ഏജ് ലെവൽ വെച്ച് നമ്മൾ പോകുമ്പോൾ സാലറി റിവിഷൻ ഒക്കെ വരുമ്പോൾ ആ സമയത്തേക്ക് ഈ റിട്ടയർമെന്റ് ഏജിൽ ചിലപ്പോൾ 4 ലക്ഷം 5 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും അന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. ആ രീതിയിലായിരിക്കും ഈ ഒരു സാലറി നമുക്ക് റിവൈസ് ചെയ്ത് മാറ്റപ്പെടുന്നത്. കാരണം നിങ്ങൾ 20 വയസ്സിൽ കയറുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 60ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് ആകുമ്പോൾ നിങ്ങളുടെ ആ ഒരു സമയത്തെ സാലറിയാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ ഏതാണ്ട് 2.5-3 ലക്ഷം ഒക്കെ കിട്ടുന്ന അധ്യാപകരും പ്രിൻസിപ്പാൾമാരും ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ലെവലിൽ നിങ്ങൾ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ ലെവൽ ഇതായിരിക്കും എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ ലൈഫിനെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പ്രൊഫഷനാണിത്. സൊസൈറ്റിയിൽ റെക്കഗ്നൈസേഷൻ കിട്ടും, സാലറി വൈസ് വളരെയധികം ബെനിഫിറ്റ് കിട്ടും. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റോട് കൂടി നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പോസ്റ്റാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ഇപ്പോൾ തന്നെ തുടങ്ങേണ്ടതാണ്. ഇതിന്റെ DOE വന്നത് 2024 അതായത് 26/2/2024. കൃത്യം 3 വർഷം കഴിഞ്ഞാൽ പുതിയ റാങ്ക് ലിസ്റ്റ് സ്ഥാനത്ത് റീപ്ലേസ് ചെയ്യപ്പെടും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇതിന്റെ എക്സാമിനേഷൻ വരുന്നത്. അവസാനം നടന്ന എക്സാമിനേഷനിൽ കട്ട് ഓഫ് മാർക്കായിട്ട് വന്ന 50.67 മാർക്കും മാക്സിമം മാർക്കായിട്ട് വന്ന 65.67 മാർക്കുമായിരുന്നു. അപ്പോൾ എക്സാമിനേഷന്റെ നിലവാരം അനുസരിച്ച് എന്ത് പറ്റും, ഈ ഒരു എക്സാമിന് മാർക്കിൽ മാറ്റവും
കൂടാനും കുറയാനും ഒക്കെ ഉള്ള സാഹചര്യമുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ആ രീതിയിൽ തന്നെ പഠിക്കുക. എങ്ങനെയാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ലെവലിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നമുക്കൊരു നല്ല മാർക്ക് കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ പഠനത്തെ സെറ്റ് ചെയ്യുക. കാരണം അത്രമാത്രം വലിയ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും നമ്മളിവിടെ ഫേസ് ചെയ്യേണ്ടത്. കാരണം എല്ലാവരും, അതായത് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുന്ന ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട്. അതേ ലെവലിൽ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചാൽ ഈ ഒരു ജോലി കിട്ടുന്നതാണ്. അവിടെ ഒരു പ്രശ്നമുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, പഠിക്കേണ്ടത് മാത്രം പഠിക്കുകയും പഠിക്കേണ്ടാത്ത കാര്യങ്ങളെ കൃത്യമായിട്ട് അവോയ്ഡ് ചെയ്ത് കടന്നിട്ട് പഠിക്കുക എന്നൊരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ ഇത്തരം പോസ്റ്റുകളിൽ നല്ല റാങ്കിൽ എത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് പഠിക്കത്തക്ക രീതിയിൽ ഏണസ്റ്റ് അക്കാഡമിയിൽ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന കോഴ്സുകൾ ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള നീണ്ട സമയം നമുക്ക് ടൈം എടുത്ത് വർക്കൗട്ട് ചെയ്ത് മുമ്പോട്ട് പോകാം. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. അതിനുള്ള സുവർണ്ണ അവസരം നിങ്ങളുടെ മുമ്പിൽ ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറെടുപ്പുകളായിട്ട് മുമ്പോട്ട് പോവുക. കോഴ്സുകളെ പറ്റിയും വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്, അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.